കേരള സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ ഗവർണർക്ക് വഴങ്ങി സംസ്ഥാന സർക്കാർ. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി സിസ തോമസിനെ നിയമിച്ചുകൊണ്ട് വിജ്ഞാപനം പുറത്തിറക്കി ലോക് ഭവൻ. ഡിജിറ്റൽ സർവകലാശാല VC-യായി സജി ഗോപിനാഥിനെയും നിയമിച്ച് ഉത്തരവ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും MS വീണ ചേരുകയാണ്. വീണ, ഒടുവിൽ ഗവർണർക്ക് വഴങ്ങിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ലോക് ഭവൻ 2 VC-മാരെയും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കി കഴിഞ്ഞു. മറ്റു വിവരങ്ങൾ കൂടി. KP സുരേഷ്, ഏറെ നാളത്തെ ആശങ്കകൾക്കാണ് ഇതോടുകൂടി വിരാമമായിരിക്കുന്നത്. സർക്കാരിന്റെ ചില കടുംപിടുത്തങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഗവർണർ അക്കാര്യത്തിൽ ഉറച്ച നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അത് സർക്കാരിന് ബോധ്യമായി. ഒടുവിൽ ഗവർണറുടെ തീരുമാനത്തിന് മുന്നിൽ സർക്കാർ വഴങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ലോക് ഭവൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ സിസ തോമസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ സർക്കാർ പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തതാണ്. സിസ തോമസിന്റെ പെൻഷൻ അടക്കം കട്ട് ചെയ്യുന്ന തീരുമാനങ്ങളിലേക്കൊക്കെ കടുത്ത തീരുമാനങ്ങളിലേക്ക് അടക്കം പോയിരുന്നു. അത് വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3.5 വർഷം നീണ്ടുനിന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്, അനിശ്ചിത കാര്യങ്ങൾക്കാണ് സർക്കാർ ഗവർണർ ഉറച്ച നിലപാടെടുക്കുകയും ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവർണറും അത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഗവർണർ വിശ്വനാഥ് അർലേക്കർ ഇതുമായി ബന്ധപ്പെട്ട് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തീരുമാനം അറിയിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു, ഒപ്പം തന്നെ P രാജീവും മന്ത്രിമാരടങ്ങി ഇവർ തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട ലോക് ഭവനിൽ യോഗമൊക്കെ ചേർന്നിരുന്നു. സർക്കാർ ചില നിലപാടുകളൊക്കെ വ്യക്തമാക്കിയെങ്കിലും അതിൽ ഗവർണറെ ആ തീരുമാനങ്ങൾ അറിയിക്കുക ചെയ്തിരുന്നുവെങ്കിൽ പോലും ഗവർണർ രാജേന്ദ്ര അർലേക്കർ അതുമായി ബന്ധപ്പെട്ട് ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു. ഈ സർവകലാശാലകളുടെ കാര്യത്തിൽ അന്തിമമായിട്ട് തീരുമാനമെടുക്കേണ്ടത് ചാൻസലർ കൂടിയായ ഗവർണർ ആയിരുന്നു. അക്കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നതിൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി സിസ തോമസിനെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ സർവകലാശാല VC-യായി സജി ഗോപിനാഥിനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ ലോക് ഭവൻ പുറത്തിറക്കിയിരിക്കുന്നത്. ആ ഒരു വിജ്ഞാപനം അല്പസമയങ്ങൾക്ക് മുമ്പാണ് പുറത്തിറക്കിയത്. നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കും. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലായിരുന്നു. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ സുപ്രീം കോടതിയിൽ ധരിപ്പിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗവർണർ നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയെ ധരിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതോടുകൂടി ഗവർണറുടെ തീരുമാനം, അതായത് ശരിയായിട്ടുള്ള തീരുമാനം ഇപ്പോൾ നടപ്പായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ചില കടുംപിടുത്തങ്ങൾ, അനാവശ്യമായിട്ടുള്ള കടുംപിടുത്തങ്ങളായിരുന്നു സർക്കാർ ഇതുവരെ തുടർന്നു പോന്നിരുന്നത്. ഗവർണറുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തുകയും എന്നാൽ ആ ഒരു ചർച്ചകളൊന്നും തീരുമാനമാകാതെ പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വൈകിട്ട് നടന്ന ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തിയ ഒരു കൂടിക്കാഴ്ചയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സുപ്രധാന തീരുമാനം ഉണ്ടായിരിക്കുന്നത്. KP സുരേഷ്. MS വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.